ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിന്റെ വോട്ടെണ്ണലാണ് 11 ജില്ലകളിലെ വാർഡുകളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് ചിലയിടങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1-2 അംഗസംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുള്ള മുന്നണികളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതകൾ ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ഉണ്ടോ എന്ന് നോക്കണം. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നൽകേണ്ടതുണ്ട്. ഷിജോ, ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കൂടെ. ജിൽസി, ഈ തദ്ദേശ വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ കൗതുകം നിറഞ്ഞു നിൽക്കുന്നതാണ്. കാരണം നേരത്തെ ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ 1-2 ആളുകൾ മാറി നിന്നാൽ അല്ലെങ്കിൽ 1-2 വോട്ടിന് ഭൂരിപക്ഷത്തിലായിരിക്കും പോലും ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെടുന്നതും ഭരണം കിട്ടുന്നതും ഒക്കെ അത്ര നേരിയ മാർജിനിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ വാർഡുകളുടെ തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ അങ്ങനെ സംസ്ഥാനത്തെ 11 ജില്ലകളിലായിട്ട് 31 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് 10 മണിയോടുകൂടി അറിയാം. 10 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 31 തദ്ദേശ വാർഡുകളുണ്ട്. അപ്പോൾ ഈ തദ്ദേശ വാർഡുകളിലേക്ക് പലതരത്തും ഈ ചെറിയ മാർജിനിൽ പോലും ജയപരാജയങ്ങൾ ഒരുപക്ഷെ ഭരണത്തെ പോലും നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതെല്ലാം വലിയ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ്. 10 മണിയോടുകൂടി അതാത് കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 31 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ ഫലം ഉച്ചയോടുകൂടി നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുകയും ചെയ്യും. മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാനത്ത് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ഒറ്റപ്പെട്ട മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നാളെ മുതൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെടും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ട് നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ഈ 3 ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് വടക്കൻ കേരളത്തിൽ 6 ജില്ലകളിലായിട്ട് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. നാളത്തോടു കൂടി ആയിരിക്കും ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തിപ്പെടുക. ഉച്ചയോടുകൂടി പുതിയ അലർട്ടുകളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾ കൂടി നാളെ മഴ മുന്നറിയിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്.